ട്രിപ്പിൾസ് ആൻഡ് ആർവേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കർക്കിടക വാവിൻ്റെയും അതിന് തലേ ദിവസത്തെയും കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ കുക്കിംഗ് എല്ലാം അടുക്കളയിൽ കഴിഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞാനും മക്കളും കൂടി പൂജാമുറിയൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് തുടങ്ങി കേട്ടോ. അപ്പോൾ ഈ കാണുന്ന വാൾ സ്റ്റിക്കർ ഞാൻ വിഷുവിന് എന്തോ വാങ്ങിച്ചതാണ്, കൃത്യമായിട്ട് ഓർമ്മയില്ല. അപ്പോൾ ആ സ്റ്റിക്കറിൻ്റെ ബാക്കിലുള്ള വെള്ള പേപ്പറാണ് കേട്ടോ അതിങ്ങനെ നമുക്ക് വിരിച്ചിട്ടാൽ വിളക്ക് വയ്ക്കുമ്പോഴേക്കും വിളക്കിൽ നിന്ന് വരുന്ന വേസ്റ്റ് എണ്ണയൊന്നും തറയിലോട്ടൊന്നും വീഴില്ല കേട്ടോ. അപ്പോൾ ഇവിടെ വിളക്ക് കത്തിക്കുന്ന മക്കളൊക്കെ ചിലപ്പോൾ വിളക്ക് കത്തിക്കുമ്പോൾ എണ്ണയൊക്കെ താഴെ വീഴാറുണ്ട്. അപ്പോൾ അതൊന്നും അങ്ങനെ വീഴാറില്ല. വാട്ടറൊക്കെ ഉപയോഗിച്ചാണ് ഞാൻ പടങ്ങളെല്ലാം തുടയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ തുടച്ച് നല്ലതുപോലെ പടങ്ങളെല്ലാം തുടച്ച് വൃത്തിയാക്കിയൊക്കെ വെച്ചതിന് ശേഷം പിന്നെ തറയൊക്കെ ഒന്ന് മോപ്പ് ചെയ്തു. ഞാൻ അങ്ങനെ തറ മോപ്പ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഇപ്പോൾ മോൻ കൂടി ചെയ്യാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ അവൻ പൂജാമുറി അവൻ ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ അവൻ കുറച്ച് നേരം തറയൊക്കെ ഒന്ന് മോപ്പ് ചെയ്ത് തന്നു കേട്ടോ. അപ്പോൾ അതിന് ശേഷം കുറച്ച് തുണികളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വാഷിംഗ് മെഷീൻ കുറച്ച് ദിവസമായിട്ട് കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ എനിക്ക് കല്ലിലിട്ടാണ് ഞാൻ തുണിയൊക്കെ കഴുകുന്നത്. അപ്പോൾ കുറച്ച് തുണികളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അങ്ങനെ ആ തുണികളൊക്കെ കഴുകി വിരിച്ചു. പിന്നെ പിറ്റേ ദിവസം എടുത്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ തലേ ദിവസം ഒരുപാട് ക്ലീനിങ് ജോലിയൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് പടത്തിലിടാൻ വേണ്ടി ഹാരം വാങ്ങിക്കാൻ മറന്നുപോയി കേട്ടോ. അങ്ങനെ ഹാരം വാങ്ങിക്കാൻ മറന്നതുകൊണ്ട് രാവിലെ തന്നെ കുളിച്ച് റെഡിയായിട്ട് മുറ്റത്തിറങ്ങി പൂവൊക്കെ പറിച്ചു. അങ്ങനെ കുറച്ച് മാലയൊക്കെ കെട്ടി പടത്തിലൊക്കെ ഇട്ട് കേട്ടോ. എന്നിട്ടാണ് ഞങ്ങൾ ബലിയിടാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്കൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ ബലിയിടാൻ തിരക്കുണ്ടായിരുന്നു. അങ്ങനെ നമ്മളങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പോയിട്ട് ബലിയൊക്കെ ഇട്ടതിന് ശേഷം ഞങ്ങൾ നേരെ എൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് കേട്ടോ. ഇപ്പോൾ 2-3 കൊല്ലങ്ങളായിട്ട് ഞങ്ങൾ ബലിയിട്ടതിന് ശേഷം നേരെ എൻ്റെ വീട്ടിലാണ് പോണത്. അപ്പോൾ അന്നത്തെ ദിവസം നമ്മൾ അവിടെ ആയിരിക്കും, വീട്ടിലായിരിക്കും. അങ്ങനെ ഞങ്ങൾ ബലിയൊക്കെ ഇട്ടിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിയിൽ റോഡ് പണിയൊക്കെ നടക്കുന്നത് കൊണ്ട് റോഡിൽ ഭയങ്കര ട്രാഫിക്കൊക്കെയാണ് കേട്ടോ. അപ്പം പിന്നെ അതുമാത്രമല്ല റോഡ് സൈഡിലേക്ക് അമ്പലങ്ങളിൽ ബലിയിടുന്നതിൻ്റെയൊക്കെ തിരക്കുകളും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സൈഡിലൊക്കെ റോഡിൻ്റെ സൈഡിൽ കരിക്കും ഈ പനന്നൊങ്കും ഒക്കെ കച്ചവടം നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മോന് ഈ പനന്നൊങ്ക് വേണമെന്ന് പറഞ്ഞു, അവൻ കഴിച്ചിട്ടില്ല, അങ്ങനെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛനും മക്കളും കൂടി വണ്ടിയിൽ നിന്ന് ഇറങ്ങി പോയി വാങ്ങിച്ചുകൊണ്ട് വരികയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിലൊക്കെ എത്തി. അപ്പോൾ വീട്ടിലെത്തിയപ്പോഴേക്കും നാത്തൂനും അമ്മയും കൂടി ബ്രേക്ക്ഫാസ്റ്റും സദ്യയൊക്കെ റെഡിയാക്കുന്ന തയ്യാറെടുപ്പിലൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലി, സാമ്പാറും രസവടയും ചമ്മന്തിയും അങ്ങനെ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മളവിടെ എത്തി. ഞങ്ങൾ എത്തിയതിന് ശേഷമാണ് അമ്മയും അനിയനും കൂടി ബലിയിടാൻ പോയത് കേട്ടോ. നാത്തൂനും മോനും മാത്രമല്ലേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് പിന്നെ ഞങ്ങൾ എത്തിയതിന് ശേഷമാണ് അമ്മയും അനിയനും കൂടി ബലിയിടാൻ പോയത്. അപ്പോഴത്തേക്കും ഞാനും നാത്തൂനും കൂടി മക്കൾക്കും ചേട്ടനും ഒക്കെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു. ഞങ്ങളും കഴിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ബാക്കിയുള്ള കറികളൊക്കെ വെക്കുകയാണ് കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം ബാക്കിയുള്ള കറികളൊക്കെ ഞാനും നാത്തൂനും കൂടി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് ശേഷം പായസം ഉണ്ടാക്കാനുണ്ടായിരുന്നു. അങ്ങനെ പായസമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് നിന്നപ്പോഴാണ് നാത്തൂൻ്റെ അമ്മ വന്നത് കേട്ടോ. അങ്ങനെ നാത്തൂൻ്റെ അമ്മ വന്നു. അതിനൊക്കെ ശേഷം അനിയൻ വന്നു. അവൻ ബോളി കൂടി വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പോൾ സേമിയ പായസം ആയതുകൊണ്ട് അവൻ ബോളി കൂടി വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അവന് അനിയനും ചേട്ടനും മക്കൾക്കുമൊക്കെ
ആദ്യം സദ്യ വിളമ്പുകയാണ് കേട്ടോ. അപ്പോൾ അവർക്കെല്ലാം വിളമ്പി കൊടുത്തതിന് ശേഷം ആണ് ഞാനും അമ്മയും നാത്തൂനും അവളുടെ അമ്മയും കൂടി ഇരുന്ന് കഴിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഞങ്ങൾ കഴിച്ചതിനൊക്കെ ശേഷം പിന്നെ കുറച്ച് നേരം മോൻ്റെ കൂടെ കുറച്ച് കളിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇതിനിടയ്ക്ക് ടി വിയിൽ അനിയൻ നരിവേട്ട സിനിമ ഇട്ടിരുന്നു കേട്ടോ. പക്ഷേ മോൻ്റെ കളിയുടെ ഇടയിൽ സിനിമയൊന്നും കാണാനൊന്നും പറ്റിയില്ല. അവൻ്റെ കളിയും നോക്കിക്കൊണ്ടൊക്കെ നിന്ന്. അങ്ങനെ ഒരു 6 മണിയൊക്കെ ആയപ്പോഴേക്കും പിന്നെ ചേട്ടൻ പറഞ്ഞു ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോവാം, വിളക്ക് കത്തിക്കണമല്ലോ. അങ്ങനെ അതിനു മുമ്പേ ഞങ്ങൾ അവിടെ തിരിച്ചു കേട്ടോ. അവിടെ തിരിച്ച് നേരെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.